ചെറുപ്പത്തിൽ നമ്മളൊക്കെ എത്ര ചക്കര പുട്ട് ഉണ്ടാക്കി കളിച്ചിട്ടുണ്ട്. അതേ ചക്കര പുട്ട് തന്നെയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. പക്ഷെ അന്ന് മണ്ണ് കൊണ്ടാന്ന് മാത്രം. ഇന്ന് നമ്മളെ പുട്ടുപൊടി ഒന്നുമില്ലാണ്ട് പുട്ടുകുറ്റിയില്ലാതെ നമുക്ക് ഈ പുട്ടൊന്നും ഉണ്ടാക്കാം. 1.5 കപ്പ് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മിക്സിയിലിട്ട് ഒന്ന് കറക്കി പുട്ടുപൊടിയുടെ പാകത്തിലാക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്ക് 1/4 കപ്പ് തേങ്ങ ചിരവിയതും 1/4 കപ്പ് ശർക്കര ചീവിയതും വേണം. ഇനി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് ആദ്യം നമ്മൾ പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ തേങ്ങ ചിരവിയതും അതിൻ്റെ മുകളിൽ ശർക്കര ചീവിയതും ഇട്ട് കൊടുക്കാം. വീണ്ടും നമ്മൾ തേങ്ങ ചിരവിയത് പിന്നെ നമ്മൾ പൊടി ഇട്ടിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ടൊരു കോട്ടൻ്റെ തുണി എടുത്ത് ഇതുപോലെ അങ്ങ് പിടിച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. പുട്ടുകുറ്റി എടുക്കാത്തത് കൊണ്ട് തന്നെ ഈ ഒരു സെറ്റപ്പിലാണ് കേട്ടോ നമ്മൾ ഇത് ആവി കയറ്റി എടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ഈ ഒരു ബൗൾ ഇറക്കി വെച്ചതിന് ശേഷം തുണി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. ബൗളൊന്ന് മാറ്റിയതിന് ശേഷം കേട്ടോ. എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമ്മൾ പുട്ട് വേവിക്കുന്ന പോലെ തന്നെ അങ്ങ് വേവിച്ചെടുക്കുക. അപ്പോഴേ നല്ല ശർക്കരയുടെ രുചിയുള്ള ശർക്കര പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.